കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് 1. ഫ്ലെയർ കംപ്രസറിൽ അധിക ചാർജിംഗ് ട്യൂബുകൾ ഉണ്ടാക്കുക. 2. ബ്രേസ് കംപ്രസർ ചാർജിംഗ് ട്യൂബുകൾ. 3. ഗേജ് മാനിഫോൾഡും നൈട്രജൻ സിലിണ്ടറും ഉപയോഗിച്ച് കംപ്രസർ ചാർജിംഗ് ട്യൂബ് ബന്ധിപ്പിക്കുക. 4. സിസ്റ്റത്തിലേക്ക് നൈട്രജൻ വാതകം ചാർജ് ചെയ്യുക. 5. ഒരു സോപ്പ് ലായനി ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുക. 6. ചോർച്ചപ്പാടുകൾ ബ്രേസ് ചെയ്യുക. 7. ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് സിസ്റ്റം ബന്ധിപ്പിക്കുക. ഇതിന്റെ തുടർച്ചയായാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ 1. വാക്വം പമ്പ് കൈകാര്യം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. 2. സിസ്റ്റം നിർജ്ജലീകരണം. 3. താഴ്ന്ന ഭാഗത്തും ഉയർന്നതും താഴ്ന്നതുമായ 2 വശങ്ങളിലും സിസ്റ്റം ഒഴിപ്പിക്കുക. 4. സിസ്റ്റത്തിലെ ഗ്യാസ് മാറ്റങ്ങൾ. 5. സിസ്റ്റം പിഞ്ച് ചെയ്യുക. ടാസ്ക് 1. വാക്വം പമ്പ് കൈകാര്യം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 1. ഒരു ഓൺലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് വാക്വം പമ്പിലേക്ക് വൈദ്യുതി ഇലക്ട്രിക്കൽ വിതരണം ലഭ്യമാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. വാക്വം പമ്പിന്റെ വൈദ്യുത പവർ ലൈൻ വൈദ്യുത ഉറവിടത്തിലേക്ക് ടെസ്റ്റ് ബോർഡ്, സ്വിച്ച് ബോർഡ് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. വാക്വം പമ്പ് ഓണാക്കുക. സ്റ്റെപ്പ് 4. ഗേജ് മാനിഫോൾഡിന്റെ വാൽവ് നോബ് LP പോർട്ട് തുറക്കുക. സ്റ്റെപ്പ് 5. റാച്ചറ്റ് കീ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിച്ച് റോഡ് എതിർ ഘടികാര ദിശയിലേക്ക് തിരിക്കുന്നതിലൂടെ ആംഗിൾ വാൽവ് തുറക്കുക. സ്റ്റെപ്പ് 6. മാനിഫോൾഡിന്റെ LP ഗേജിൽ ലഭ്യമായ പ്രഷർ റീഡിംഗ് നിരീക്ഷിക്കുക. സമ്മർദ്ദം കുറയുന്നു. സ്റ്റെപ്പ് 7. ഒരു തടസ്സവുമില്ലാതെ 2 മണിക്കൂർ സിസ്റ്റം അതേപടി വിടുക. ടാസ്ക് 2. സിസ്റ്റം നിർജ്ജലീകരണം ചെയ്യുക. സ്റ്റെപ്പ് 1. ഹീറ്റിംഗ് കിറ്റ് ഇൻഫ്രാറെഡ് ലാമ്പ് എടുത്ത് അത് ഓണാക്കുക. സ്റ്റെപ്പ് 2. സിസ്റ്റം വാക്വം ലഭിക്കുന്നുണ്ടെന്നും പമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3. ഇൻഫ്രാറെഡ് ലാമ്പ് ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചൂടാക്കുക. സ്റ്റെപ്പ് 4. എല്ലാ മേഖലകളിലും ഒരേപോലെ ചൂട് പ്രയോഗിക്കുക. റെഫ്രിജറന്റ് ട്യൂബുകൾ, കണ്ടൻസർ കോയിൽ, ബാഷ്പീകരണ കോയിൽ, അത് തുറന്നു കാട്ടപ്പെട്ടാൽ ലിക്വിഡ് ലൈൻ, ഡ്രയർ, ഫിൽറ്റർ. സ്റ്റെപ്പ് 5. ചൂടാക്കൽ കിറ്റും സിസ്റ്റത്തിന്റെ ഉപരിതലവും 15 സെന്റിമീറ്റർ തമ്മിലുള്ള അകലം എപ്പോഴും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 6. 15 മുതൽ 30 മിനിറ്റ് പ്രക്രിയ തുടരുക. ടാസ്ക് 10. സിസ്റ്റം ഒഴിപ്പിക്കുക. സ്റ്റെപ്പ് 1. മാനിഫോൾഡിന്റെ LP ഗേജിലെ പ്രഷർ റീഡിംഗ് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത് 100 മൈക്രോണുകളോ അതിൽ താഴെയോ ആയിരിക്കണം. HGയുടെ 30 ഇഞ്ച് തുല്യം. സ്റ്റെപ്പ് 2. വാക്വം പമ്പ് ആരംഭിച്ച സമയം മുതൽ 3 മണിക്കൂറിന് ശേഷം റാച്ചറ്റ് കീ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിച്ച് അതിന്റെ തണ്ടിനെ ഘടികാര ദിശയിലേക്ക് തിരിക്കുന്നതിലൂടെ ആംഗിൾ വാൽവ് അടയ്ക്കുക. സ്റ്റെപ്പ് 3. ഗേജ് മാനിഫോൾഡിന്റെ LP നോബ് അടയ്ക്കുക. സ്റ്റെപ്പ് 4. വാക്വം പമ്പ് സ്വിച്ച് ഓഫ് ചെയ്ത് പവർ സപ്ലൈ വിച്ഛേദിക്കുക. സ്റ്റെപ്പ് 5. ആംഗിൾ വാൽവിൽ നിന്ന് ചാർജിംഗ് ഹോസ് 1 വിച്ഛേദിക്കുക. സ്റ്റെപ്പ് 6. ആംഗിൾ വാൽവിന്റെ ഔട്ട്ലെറ്റ് ഡമ്മി നട്ട് 6 mm ഉപയോഗിച്ച് അടയ്ക്കുക. അനുയോജ്യമായ വലിപ്പമുള്ള ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് നട്ട് മുറുക്കുക. സ്റ്റെപ്പ് 7. ഗേജ് മാനിഫോൾഡിൽ നിന്നും വാക്വം പമ്പിൽ നിന്നും ചാർജിംഗ് ഹോസുകൾ 1ഉം 2ഉം വിച്ഛേദിക്കുക. ടാസ്ക് 11. സിസ്റ്റം ചാർജ് ചെയ്യുന്ന ഗ്യാസ്. സ്റ്റെപ്പ് 1. ഒരു പരമ്പരാഗത റെഫ്രിജറേറ്ററിന്റെ ഹെർമെറ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 2. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഹെർമെറ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 3. ചാർജ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് അപ്ലയൻസ് വാക്വമിന് കീഴിലാണെന്ന് അനുമാനിക്കപ്പെടുന്നു. ടാസ്ക് 12. ചാർജിംഗ് സിലിണ്ടറിലേക്ക് സിസ്റ്റം ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 1. ചാർജിംഗ് ഹോസിന്റെ ഒരറ്റം 1 ചാർജിംഗ് സിലിണ്ടറിന്റെ വാൽവിലേക്ക് ബന്ധിപ്പിക്കുക. മറ്റേ അറ്റം ഗേജ് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2. ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം 2 കംപ്രസറിന്റെ ആംഗിൾ വാൽവിലേക്ക് ബന്ധിപ്പിക്കുകയും മറ്റേ അറ്റം ഗേജ് മാനിഫോൾഡിന്റെ ലോ പ്രഷർ LP പോർട്ടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 3. ഒരു ഫ്ലെയർ ഡമ്മി നട്ട് 6 mm ഉപയോഗിച്ച് ഗേജ് മാനിഫോൾഡിന്റെ ഉയർന്ന മർദ്ദം പോർട്ട് HP അടച്ച് അനുയോജ്യമായ ഒരു ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് മുറുക്കുക. സ്റ്റെപ്പ് 4. ഗേജ് മാനിഫോൾഡിന്റെയും കംപ്രസർ ആംഗിൾ വാൽവുകളുടെയും ചാർജിംഗ് സിലിണ്ടർ വാൽവ്, LP, HP വാൽവ് നോബുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ചാർജിംഗ് ഹോസുകളുടെ അറ്റങ്ങൾ മുറുക്കുക. ടാസ്ക് 13. ചാർജിംഗ് ഹോസുകളിൽ വായു ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 1.
നോബ് 2/1 മുതൽ 1 വരെ തിരിഞ്ഞ് എതിർ ഘടികാരദിശയിലേക്ക് തിരിയിച്ചുകൊണ്ട് ചാർജിംഗ് സിലിണ്ടർ വാൽവ് സൗമ്യമായി പതുക്കെ മുറുക്കുക. സ്റ്റെപ്പ് 2. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഗേജ് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടിൽ ചാർജിംഗ് ഹോസ് 1 അതിന്റെ അറ്റം അഴിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 3. മഞ്ഞിന്റെ രൂപത്തിൽ manifoldന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടിൽ നിന്ന് റെഫ്രിജറന്റ് പുറത്തേക്ക് പോകുന്നത് നിരീക്ഷിക്കുക. തുടർന്ന് ചാർജിംഗ് ഹോസിന്റെ അറ്റം ഉടനടി മുറുക്കുകയും റെഫ്രിജറന്റിന്റെ രക്ഷപ്പെടൽ റിലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 4. ഗേജ് മാനിഫോൾഡിന്റെ LP നോബ് തുറന്ന് 2 മുതൽ 3 തിരിവുകൾ LP ഗേജിലെ റീഡിംഗ് നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 5. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ആംഗിൾ വാൽവിൽ അതിന്റെ അറ്റം അഴിച്ചുകൊണ്ട് ചാർജിംഗ് ഹോസ് 2 ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 6. റെഫ്രിജറന്റ് എസ്കേപ്പ് നിരീക്ഷിക്കുക. തുടർന്ന് പുറത്തേക്കൊഴുകുന്ന റെഫ്രിജറന്റ് തടയാൻ ചാർജിംഗ് ഹോസ് 2ന്റെ അറ്റം ഉടനടി മുറുക്കുക. ടാസ്ക് 14. സിസ്റ്റത്തിലേക്ക് റെഫ്രിജറന്റ് ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 1. ചാർജിംഗ് സിലിണ്ടറിലെ റെഫ്രിജറന്റിന്റെ അളവ് രേഖപ്പെടുത്തി ടാബ് കോളത്തിൽ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 2. റാച്ചറ്റ് കീ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിച്ച് സ്റ്റെം ആന്റി ക്ലോക്ക്വൈസ് ദിശയിലേക്ക് സാവധാനം തിരിച്ച് ആംഗിൾ വാൽവിന്റെ തണ്ട് തുറക്കുക. കംപ്രസർ പ്രോസസ് ലൈനിൽ. സ്റ്റെപ്പ് 3. കംപ്രസറിന്റെ ചാർജിംഗ് ട്യൂബിലെ റെഫ്രിജറന്റ് പ്രവാഹം കൈ അല്ലെങ്കിൽ വിരലുകൊണ്ട് സ്പർശിച്ച് നിരീക്ഷിക്കുക. ചാർജിംഗ് ലൈൻ തണുത്തതാണെന്ന് അനുഭവിച്ച് ശീതീകരണ പ്രവാഹം ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. ചാർജിംഗ് സിലിണ്ടറിലെ ലെവൽ നിരീക്ഷിച്ച് റെഫ്രിജറന്റ് ഫ്ലോ കൈമാറ്റം നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 5. 3 മുതൽ 5 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ എല്ലാ റെഫ്രിജറന്റും ആവശ്യമായ അളവിലുള്ള റെഫ്രിജറന്റും സിസ്റ്റത്തിൽ സ്ഥിരമാക്കുന്നതുവരെ സിസ്റ്റം അതേപടി വിടുക. സ്റ്റെപ്പ് 6. റെഫ്രിജറന്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചാർജിംഗ് സിലിണ്ടറിന്റെ വാൽവ് അടയ്ക്കുക. സ്റ്റെപ്പ് 7. കൈ ഉപയോഗിച്ച നോബ് ഘടികാരദിശയിലേക്ക് തിരിക്കുന്നതിലൂടെ ഗേജ് മാനിഫോൾഡിന്റെ LP നോബ് അടയ്ക്കുക. സ്റ്റെപ്പ് 8. റാച്ചറ്റ് കീയും ക്രമീകരിക്കാവുന്ന സ്പാനറും ഉപയോഗിച്ച് ആംഗിൾ വാൽവ് അതിന്റെ സ്റ്റെമ്മിനെ ഘടികാരദിശയിലേക്ക് ശ്രദ്ധാപൂർവം തിരിക്കുന്നതിലൂടെ അടയ്ക്കുക. സ്റ്റെപ്പ് 9. റെഫ്രിജറന്റിന്റെ അളവ് കണക്കാക്കാൻ ചാർജിംഗ് സിലിണ്ടറിലെ റീഡിംഗ് നിരീക്ഷിച്ച് രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 10. ആംഗിൾ വാൽവിൽ നിന്ന് ചാർജിംഗ് ഹോസ് 2 വിച്ഛേദിക്കുക. ടാസ്ക് 15. സർവീസ് സിലിണ്ടറിലേക്ക് സിസ്റ്റം ബന്ധിപ്പിക്കുക. റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ ഗ്യാസ് ചാർജിംഗിന്റെ ഭാരരീതി, മർദ്ദരീതി, താപനില രീതി എന്നിവ ഉൾപ്പെടെ വിവിധ രീതികൾ ഉപയോഗിച്ച് ചെയ്യാം. വെയ്റ്റിംഗ് മെഷീനിൽ റെഫ്രിജറന്റ് സിലിണ്ടർ സ്ഥാപിച്ച് കിലോഗ്രാമിൽ മൂല്യങ്ങൾ രേഖപ്പെടുത്തുക. റെഫ്രിജറന്റ് സിസ്റ്റത്തിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നതിന് റെഫ്രിജറന്റ് സിലിണ്ടറിലെ വാൽവ് ചെറുതായി തുറക്കുക. സാവധാനം റെഫ്രിജറന്റ് ചേർക്കുക. കൂടാതെ മാനിഫോൾഡ് ഗേജ് സെറ്റിലെ പ്രഷർ റീഡിംഗുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. സ്റ്റെപ്പ് 1. ചാർജിംഗ് ഹോസ് 1ന്റെ ഒരറ്റം സർവീസ് സിലിണ്ടറിന്റെ വാൽവിലേക്ക് ബന്ധിപ്പിക്കുകയും മറ്റേ അറ്റം ഗേജ് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. സ്റ്റെപ്പ് 2. ചാർജിംഗ് ഹോസ് 2ന്റെ ഒരറ്റം കംപ്രസറിന്റെ ആംഗിൾ വാൽവിലേക്ക് ബന്ധിപ്പിക്കുക. ഗേജ് മാനിഫോൾഡിന്റെ ലോ പ്രഷർ LP പോർട്ടിന്റെ മറ്റേ അറ്റം ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. ഒരു ഫ്ലെയർ ഡമ്മി നട്ട് 6 mm ഉപയോഗിച്ച് ഗേജ് മാനിഫോൾഡിന്റെ ഉയർന്ന മർദ്ദം HP പോർട്ട് അടച്ച് അനുയോജ്യമായ ഒരു ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് അത് മുറുക്കുക. ടാസ്ക് 16. ചാർജിംഗ് ഹോസുകളിൽ വായു ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 1. ഒരു റാച്ചറ്റ് കീ റെഞ്ച് ഉപയോഗിച്ച് അതിന്റെ സ്റ്റെം 1/2 മുതൽ 1 വരെ ആന്റി ക്ലോക്ക് വൈസ് ദിശയിലേക്ക് സാവധാനം തിരിച്ച് സർവീസ് സിലിണ്ടർ വാൽവ് തുറക്കുക. സ്റ്റെപ്പ് 2. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ഗേജ് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടിൽ ചാർജിംഗ് ഹോസ് 1ന്റെ അറ്റം അഴിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 3. മഞ്ഞിന്റെ രൂപത്തിൽ manifoldന്റെ ഇന്റർമീഡിയറ്റ് പോർട്ടിൽ നിന്ന് റെഫ്രിജറന്റ് പുറത്തേക്ക് പോകുന്നത് നിരീക്ഷിക്കുക. തുടർന്ന് ചാർജിംഗ് ഹോസ് 1ന്റെ അറ്റം ഉടനടി മുറുക്കി റെഫ്രിജറന്റിന്റെ പുറത്താകൽ റിലീസ് ഒഴിവാക്കിയെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4. ഗേജ് മാനിഫോൾഡിന്റെ LP നോബ് തുറന്ന് 2 മുതൽ 3 തിരിവുകൾ LP ഗേജിലെ റീഡിംഗ് നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 5. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് അതിന്റെ അവസാനം ആംഗിൾ വാൽവ് കുറച്ചുകൊണ്ട് ചാർജിംഗ് ഹോസ് 2 ശുദ്ധീകരിക്കുക. സ്റ്റെപ്പ് 6. റെഫ്രിജറന്റ് എസ്കേപ്പ് നിരീക്ഷിക്കുക. തുടർന്ന് പുറത്തേക്ക് ഒഴുകുന്ന റെഫ്രിജറന്റ് തടയാൻ ചാർജിംഗ് ഹോസ് 2ന്റെ അറ്റം ഉടനടി മുറുക്കുക. ഹൈഡ്രോ കാർബൺ വാതകങ്ങൾക്ക് വിശാലമായ ജ്വലന ശ്രേണിയുണ്ട്. അതായത് അവയ്ക്ക് വായുവിൽ താരതമ്യേന കുറഞ്ഞ സാന്ദ്രതയിൽ കത്തിക്കാം. ഒരു റെഫ്രിജറേറ്റർ പോലുള്ള പരിമിതമായ സ്ഥലത്ത് ഹൈഡ്രോ കാർബൺ വാതകം ഒരു ചെറിയ ചോർച്ചയോ ആകസ്മികമായി പുറത്തുവിടുകയോ ചെയ്യുന്നത് പോലും അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം.
ഹൈഡ്രോകാർബൺ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ടാസ്ക് 17. സിസ്റ്റത്തിലേക്ക് റെഫ്രിജറന്റ് ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 1. റാച്ചറ്റ് കീ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിച്ച് ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചുകൊണ്ട് ആംഗിൾ വാൽവ് സ്റ്റെം ഒരു കംപ്രസർ പ്രോസസ് ലൈൻ അഴിക്കുക. സ്റ്റെപ്പ് 2. കംപ്രസറിന്റെ ചാർജിംഗ് ട്യൂബിലെ റെഫ്രിജറന്റ് ഫ്ലോ കൈ അല്ലെങ്കിൽ വിരലുകൊണ്ട് സ്പർശിച്ച് നിരീക്ഷിക്കുക. ചാർജിംഗ് ലൈൻ തണുത്തതാണെന്ന് അനുഭവിച്ച് റെഫ്രിജറന്റ് ഒഴുക്ക് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3. മാനിഫോൾഡിന്റെ LP ഗേജിലും റെഫ്രിജറന്റ് ഫ്ലോ നിരീക്ഷിക്കുക. വാക്വം ലെവൽ -30 NHGയിൽ നിന്ന് 0 PCGIക്ക് മുകളിലായി മർദ്ദം വർദ്ധിക്കുന്നു. സ്റ്റെപ്പ് 4. വാക്വം മുതൽ 0 ലെവലിന് മുകളിലായി മർദ്ദം വർദ്ധിക്കുന്ന സമയത്ത് കംപ്രസറിലേക്ക് ഹിസിംഗ് ശബ്ദം നിരീക്ഷിക്കുക. വാക്വം ബ്രേക്ക് ചെയ്തതായി ഇത് സൂചിപ്പിക്കുന്നു. സ്റ്റെപ്പ് 5. മാനിഫോൾഡിന്റെ LP ഗേജിൽ 30 മുതൽ 50 PSIG വരെ എത്തുന്നതുവരെ റെഫ്രിജറന്റ് ഫ്ലോ അനുവദിക്കുക. അപ്പോൾ ഉടൻ ആംഗിൾ വാൽവ് അടയ്ക്കുക. സ്റ്റെപ്പ് 6. വയറിംഗ് ഡയഗ്രം ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ അപ്ലയൻസിന്റെ വയറിംഗ് ഓൺ ആക്കാൻ തയ്യാറാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 7. ഒരു ക്ലാം മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ ഉപയോഗിച്ച് ഉപകരണത്തിന് ലഭ്യമായ വൈദ്യുത പവർ സപ്ലൈ ഓപ്പറേറ്റിംഗ് പരിധിയിൽ 180 മുതൽ 230 വോൾട്ട് ആണെന്ന് പരിശോധിക്കുക. ടാസ്ക് 18. സിസ്റ്റം പിഞ്ച് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1. പിഞ്ചിംഗ് താഴ്ന്ന വശത്തോ ഉയർന്ന വശത്തോ ആവശ്യമായി വന്നേക്കാം. ചില സമയങ്ങളിൽ ഇതിന് ഇരുവശത്തും സക്ഷൻ, പ്രോസസ് ലൈനും ലിക്വിഡ് ലൈനും ആവശ്യമാണ്. സ്റ്റെപ്പ് 2. താഴ്ന്ന വശത്ത് പിഞ്ച് ചെയ്യുമ്പോൾ സിസ്റ്റം വർക്കിംഗ് അവസ്ഥയിലായിരിക്കണം. കൂടാതെ ഉയർന്ന ഭാഗത്ത് പിഞ്ച് ചെയ്യുമ്പോൾ സിസ്റ്റം ഓഫ് പൊസിഷനിൽ സൂക്ഷിക്കണം. സ്റ്റെപ്പ് 3. പിഞ്ചിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ പിഞ്ച് ഓഫ് ടൂൾ, ഹാൻഡ് ഹോൾഡ് ടൈപ്പ് പോലുള്ള ശരിയായ ടൂളുകളുടെ ഉപയോഗം നിർബന്ധമായും കട്ടിംഗ്, നോസ് പ്ലെയർ ഉപയോഗിച്ച് പിഞ്ചിംഗ് ടൂളുകളായി പിഞ്ചിംഗ് പ്രോസസ് നടത്തേണ്ടതുണ്ട്. കാരണം ഇത് കർശനമായി ഒഴിവാക്കണം. സ്റ്റെപ്പ് 4. ആവശ്യമുള്ളപ്പോഴെല്ലാം കണ്ണടകളും കയ്യിൽ കയ്യുറകളും ധരിക്കുക. സ്റ്റെപ്പ് 5. കംപ്രസർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6. ഒരു പിഞ്ചിംഗ് ടൂൾ ഉപയോഗിച്ച് കംപ്രസർ പ്രോസസ് ട്യൂബിനും ആംഗിൾ വാൽവിന്റെ ഫ്ലെയർ നെറ്റിനും ഇടയിലുള്ള ലൈൻ പിഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് 7. പ്രോസസ് ലൈനിൽ പിഞ്ചിംഗ് ടൂൾ മുറുകെ പിടിക്കുക. സ്റ്റെപ്പ് 8. ക്രമീകരിക്കാവുന്ന സ്പാനറും അനുയോജ്യമായ വലിപ്പമുള്ള ഡബിൾ എൻഡ് സ്പാനറും ഉപയോഗിച്ച് ഫ്ലെയർ നെറ്റിൽ നിന്നും അഴിച്ചുമാറ്റി ആംഗിൾ വാൽവ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 9. ട്യൂബ് കട്ടർ ഉപയോഗിച്ച് ഫ്ലെയർ നട്ടിനും പിഞ്ചിംഗ് പോയിന്റിനും ഇടയിൽ കോപ്പർ ട്യൂബ് മുറിക്കുക. സ്റ്റെപ്പ് 10. പിഞ്ചിംഗ് പോയിന്റിനപ്പുറം കോപ്പർ ട്യൂബിന്റെ തുറന്ന അറ്റത്ത് സോപ്പ് ലായനിയുടെ നേർത്ത ഫിലിം പ്രയോഗിച്ച് ലീക്ക് ടെസ്റ്റ് ചെയ്യുക. റെഫ്രിജറന്റ്. സ്റ്റെപ്പ് 11. പിഞ്ചിംഗ് ബ്ലോക്ക് അധികമായി മുറുകുകയോ കയ്യിൽ പിടിച്ചിരിക്കുന്ന പിഞ്ചിംഗ് ടൂൾ ഇരട്ടി ക്രമ്പ് ചെയ്യുകയോ ചെയ്താൽ ചോർച്ചയുണ്ട്. ചാർജിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ താപനില, കറന്റ്, വോൾട്ടേജ്, മർദ്ദം എന്നിവ നിരീക്ഷിക്കുന്നത് റെഫ്രിജറേറ്ററിന്റെ കൂളിംഗ് സിസ്റ്റം അതിന്റെ രൂപകൽപ്പന ചെയ്ത പാരാമീറ്ററുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു.